പാലരാമപുരത്തെ ആ വേദനിപ്പിക്കുന്ന കാഴ്ചകളിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. 2.5 വയസ്സുകാരി ദേവേന്ദുവിന്റെ സംസ്കാര ചടങ്ങുകൾ അവിടെ പുരോഗമിക്കുകയാണ്. നാട്ടുകാരൊന്നടങ്കം ചുറ്റും കൂടി നിൽക്കുന്നുണ്ട്. അടുത്ത ബന്ധുക്കൾ ഒന്നും തന്നെ അവിടെയില്ല. അച്ഛനും അമ്മാവനും അമ്മയുമെല്ലാം ചോദ്യം ചെയ്യലുമായി പോലീസ് സ്റ്റേഷനിലാണുള്ളത്. എന്തിനാണ് ഈ കുഞ്ഞിനെ കൊന്നത്, എന്താണ് തൻ്റെ അനിയത്തിക്ക് സംഭവിച്ചത് എന്നറിയാതെ വേദനയോടെ ഈ കുഞ്ഞിൻ്റെ സഹോദരി അവിടെ കരഞ്ഞിരിക്കുന്നത് കാണാം. മറ്റു ബന്ധുക്കളാണ് ആ കുഞ്ഞിനെ ആശ്വസിപ്പിക്കുന്നത്. വെള്ളത്തുണിയിൽ പൊതിഞ്ഞ ഒരു കുഞ്ഞു മൃതദേഹമാണ് അതിൽ റീത്തു വെച്ചിട്ടുണ്ട്. നാട്ടുകാർ ചുറ്റും കൂടി നിൽക്കുന്നുണ്ട്. ഏറെ വേദനിപ്പിക്കുന്ന ഹൃദയഭേദകമായ കാഴ്ച തന്നെയാണ്. AK സ്റ്റെഫിൻ ചേരുന്നുണ്ട്. സ്റ്റെഫിൻ, കണ്ണു നനഞ്ഞല്ലാതെ കണ്ടു തീർക്കാൻ കഴിയില്ല നമുക്ക് ഈ കാഴ്ച. അത്രത്തോളം വേദനിപ്പിക്കുന്ന ഒന്നാണ്. 2.5 വയസ്സുകാരിയുടെ കുഞ്ഞു മൃതദേഹമാണ് ആ വെള്ളത്തുണിയിൽ പൊതിഞ്ഞവിടെ കിടക്കുന്നത്. ചടങ്ങുകൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ഹിമ അല്പം മുമ്പ് ഇവിടേക്ക് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കൊണ്ടുവന്നിരുന്നു. ബന്ധുവിൻ്റെ വീട്ടിൻ്റെ മുന്നിൽ ഇങ്ങനെ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ അച്ഛനെയും മുത്തശ്ശിയെയും ഇങ്ങോട്ടേക്ക് എത്തിക്കാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളതാണ് പരിശോധിക്കുന്നത്. ഒരുപക്ഷെ പോലീസുമായി ആലോചിച്ച ശേഷമായിരിക്കും ആ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക. പ്രത്യേകിച്ചും ഈ ഒരു അത്രയധികം ജനശ്രദ്ധയുള്ള കേസായതുകൊണ്ട് തന്നെ അച്ഛനും അമ്മയും അതോടൊപ്പം തന്നെ എല്ലാവരും സംശയനിഴലിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ പോലീസ് ഏത് രീതിയിലാണ് അതിനോട് പ്രതികരിക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറെ പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം പോലീസ് ഇങ്ങോട്ട് കൊണ്ടുവരികയാണെങ്കിൽ ഒരു വലിയ സുരക്ഷ ഒരുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യത്തിലൊന്നും തന്നെ തീരുമാനം ഏതായാലും നിലവിലായിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ആ ഒരു തീരുമാനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് എന്ന് തോന്നുന്നു. ഏതായാലും സംസ്കാരത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളെല്ലാം ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. ഇതിന് തൊട്ട് താഴെയുള്ള കുടുംബ വീടിനോട് ചേർന്ന അവരുടെ സ്വന്തം സ്ഥലത്ത്, അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ സ്വന്തം സ്ഥലത്ത്, ഈ കുട്ടിയുടെ സ്വന്തം വീടിനോട് ചേർന്നുള്ള സ്ഥലത്താണ് സംസ്കാരത്തിന് വേണ്ട കുഴിയെടുത്തിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് അവർ ഇവിടെ നിന്ന് വാടക വീട്ടിലേക്ക് താമസം മാറിയത് ഏതാണ്ട് ഒരു 3 വർഷങ്ങൾക്ക് മുമ്പാണ്. ഈ വീട് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ ഒരു അവസ്ഥയിൽ ആയപ്പോഴാണ് അങ്ങോട്ടേക്ക്. എന്തായാലും ഇപ്പോൾ അവിടെ കുഞ്ഞിന്റെ പൊതുദർശനം പുരോഗമിക്കുകയാണ്. സംസ്കാരം ഏറ്റവും ഉടനെ തന്നെ ഉണ്ടാകും. അവിടെ കുഞ്ഞിന്റെ അച്ഛനെയും അമ്മയും എത്തിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നോക്കുന്നത്. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം